ഹൈ ഗോൾഡൻ ടേസ്റ്റി എന്നാ എടുക്കുന്നു? വൈകുന്നേരമായി. അപ്പടി കൊതുകിൻ്റെയൊക്കെ സമയമാണ്. നിങ്ങൾക്കൊക്കെ കൊതുകുണ്ടോന്നേ? ഇവിടെ കൊതുകും പിറുക്കും കൊണ്ട് ഒരു രക്ഷയില്ല. അതിന് പുള്ളിക്കാരൻ എന്നെ ദേഷ്യപ്പെടും. ഈ മുറ്റത്ത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കും മക്കളെ, ഒരൊറ്റ സംഭവം ഈ വെള്ളത്തിനകത്തൊന്നുമില്ല. ഞാൻ നല്ല എപ്പോഴും ഇതിനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടാണ് നടക്കണത്. ഇത് പൂ തീർന്ന ഒരു ചട്ടി ചെയ്ത് ഞാനതൊക്കെ ഈയിടെ അങ്ങ് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് റിപ്പോർട്ടൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ഇതിനൊക്കെ നല്ല പൂക്കളൊക്കെ, ഇത് 2 തരമാണ്. ഇതുണ്ടോ, ഇതിനൊക്കെ പൂക്കളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിമനോഹരമായി ചട്ടികളൊക്കെ കണ്ടോ നിറഞ്ഞ് പൂക്കളുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇതിനകത്ത് കൂത്താടി ഉണ്ടാവുക എന്നുള്ളത്. അതായത് കൊതുക് മുട്ടയിട്ട് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണ് കൂത്താടി. അത് ചാടിത്തുള്ളി വെള്ളത്തിനകത്തൊക്കെ എത്ര ഇതായിട്ടാണെന്ന് പറഞ്ഞോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ ഇനിയിപ്പം നോക്കാനൊക്കെ ആൾ വരും. അപ്പോഴത്തേക്ക് എത്രയും വേഗം നമ്മുടെ ഈ സംഗതികളെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെന്നൊരിയിൽ അവരിതെല്ലാം എടുത്ത് മറിച്ചിട്ട് പോകും. അങ്ങനെ മറിച്ചൊക്കെ കളഞ്ഞ ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പല സ്ഥലത്തും ഇങ്ങനെ മറിച്ച് കളഞ്ഞെന്നൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ അതിനൊരു നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ കൂത്താടി ഇനി അതോ ഇനി മുട്ടയിട്ടു എന്നങ്ങ് വിചാരിച്ചു, മുട്ടയിട്ടു നമ്മൾ കാണുന്നില്ല, ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഞാൻ എടുക്കട്ടെ. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് തുരിശെന്ന് പറയും. ഇതിൻ്റെ ഇത്രയും മതി. ഈ ഒരു സാധനം ഇത്രയും തന്നെ വേണ്ട. ഇങ്ങനെ ഒരു നുള്ളേ നമ്മളങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം ചത്ത് കെട്ടുപോകും. മഴയുള്ളത് കൊണ്ട് നമുക്ക് പേടിക്കാനില്ല. മഴയും വെയിലും കൂടെ ആകുമ്പോഴാണ് ഇതിനകത്ത് ഇവർ വന്ന് മുട്ടയിടുന്നത്. എന്നിട്ട് കുഞ്ഞുങ്ങൾ പെരുകണമെന്ന രീതിയിൽ വെയിലൊക്കെ വേണം. അപ്പം നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ നമ്മൾ സംരക്ഷിക്കണമെന്ന് വരികിൽ ഇത് പൊടിച്ച് ഓരോ നുള്ള് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ അതുപോയില്ല. അഥവാ ഇനി ആ വെള്ളത്തിനകത്ത് അവർ വന്ന് മുങ്ങിയാൽ തന്നെയും മുട്ടയിടാനായിട്ട് അങ്ങ് വന്നാൽ തന്നെയും അവരും അതിനകത്ത് കിടന്നങ്ങ് ചത്തുപോക്കോളും. മുട്ട വിരിയേയില്ല, കുഞ്ഞുങ്ങളുണ്ടാകത്തുമില്ല. ഞാനതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില സമയത്തൊക്കെ അങ്ങ് നോക്കുമ്പോൾ ഇത് നിറച്ചും കൂത്താടിയായിരിക്കും. ഓടിച്ചെന്ന് ഇത് പൊടിച്ച് ഒരു നുള്ളൊരു ചട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പം നന്നായിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒറ്റ എണ്ണം കാണിയല്ല. അപ്പം മഴയില്ലെന്നൊരുക്കി ഞാൻ ആ വെള്ളം ഒഴുക്കിക്കളയും. എന്നുവെച്ച് പുതിയ വെള്ളം ഞാൻ ഒഴിച്ചു വെക്കും. മഴയുണ്ടെന്നൊരിക്കൽ ഞാൻ ഒന്നും ചെയ്യില്ല. ആ വെള്ളം പിന്നെ അതിനകത്തോട്ട് വെള്ളം വീണ് ഇപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം വീണാലും ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോക്കോളൂല്ലേ. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ടിട്ട് ആരും വിഷമിക്കേണ്ട. വർഷകാലം ആയല്ലോ എന്നോർത്തുകൊണ്ട് കൂത്താടി വരും, കൊതുക് വരും, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും പറ്റിയല്ല എന്നൊന്നും പേടിക്കേണ്ട. ആര് വന്നാലും ഈ സാധനം എടുത്ത് നിങ്ങൾ കാണിക്കാൻ മടിക്കരുത്. ഇത് നല്ല സൂപ്പർ സാധനമാണ്. ഇത് ഇന്നാൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാനൊരു 200 എത്രയോ പുള്ളിക്കാരൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് തുരിശെന്നാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ മുറ്റത്ത് താമര ഇഷ്ടം പോലെ നമുക്ക് താമര വിരിയിക്കുക. കണ്ടോ, ഇഷ്ടം പോലെ താമരപ്പൂ വിരിയുന്നുണ്ട്. പിന്നെ കാക്ക വന്ന് ഇഷ്ടം പോലെ നമ്മുടെ താമരപ്പൂ എല്ലാം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. പിന്നെ അവർ വേണമെങ്കിൽ ഇതിനകത്തൊന്ന് കുളിക്കും. പിന്നെ വേറൊരു കമ്പനിയുണ്ട്, രാത്രിക്കാണ് അവരുടെ വരവ്. മാരുമല്ല, മരപ്പട്ടിയാണ്. അവർ വന്ന് നമ്മുടെ ചട്ടിയിലോട്ട് അങ്ങോട്ട് തൂറിയൊക്കെ വെക്കും. ഇതൊരു അറപ്പായിരിക്കും എന്ന് പറഞ്ഞു. രാവിലെ ഏറ്റ് പിന്നെ അത് ആ ചട്ടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് കഴുകി മണ്ണടക്കം കളയും. അങ്ങനെയാണ് ഞാൻ ഇതിനെയൊക്കെ പരിപാലിക്കുന്നത്. അതിന് ഇതൊന്നും പറ്റിയില്ല കേട്ടോ. അവർ തൂറി വെച്ച് അവരങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ താമര വിരിയിക്കുകയും ചെയ്യാം. ഇതിനൊരുപാട് വിലയില്ലെന്നാൽ ചെറിയൊരു വിലയുണ്ട് താനും. മറ്റ് ചെടികളുടെ ചുവട്ടിലൊന്നും ഇടരുത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഇച്ചിരി ഇത് കലക്കി ഈ ഇത് ഉണ്ടല്ലോ നമ്മുടെ അച്ചിളുമൊക്കെ
പക്ഷേ അച്ചിലെല്ലാം ചത്തുപോയി. ആ കൂടെ എൻ്റെ ചെടിക്ക് ഒരു പഴുപ്പ് വന്നു. ഞാൻ പിന്നെ അതിനെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അങ്ങനെ ഇരിക്കുവാണ്. പോകുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓർക്കിഡിനകത്ത് പെട്ട് അതിനകത്ത് അച്ചിക്കുടം അതായത് അച്ചിലിൻ്റെ മുട്ട കണ്ടു. അപ്പോൾ ഞാൻ എന്നാ ഇത് പെറുക്കി മടുത്തു. അന്നേരം ഞാൻ എന്നാ ഇത് ഇച്ചിരി കലക്കി ഒഴിച്ച് നോക്കിയത്. എൻ്റെ മക്കളെ എൻ്റെ ചെടി പഴുത്തുപോയി. പക്ഷേ കുഴപ്പമില്ല, കുറച്ചെല്ലാം ചീഞ്ഞു പോയി, ചെറിയതൊക്കെ ചീഞ്ഞു പോയി. എങ്കിലും ഇപ്പം ഞാനതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു. ഇനി മേലാൽ അറിയാത്ത കാര്യം ഞാൻ ചെയ്യുകയില്ല. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്നും ഒരിക്കൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ബൈ.